സഹായത്തിനൊക്കെ തേടി വരത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് SBI ബാങ്കായിരുന്നു, അത് ഇങ്ങോട്ട് വരത്തില്ലെന്നും പറഞ്ഞ് ഇങ്ങോട്ടൊക്കെ അതിനൊക്കെ ഇടപെടായി. നമ്മൾ കാത്തിരുന്ന ഭാഗ്യവാനെയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഷു ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്ന ഭാഗ്യവാൻ 12 കോടി രൂപ അടിച്ച അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. ആദ്യ പ്രതികരണം മാതൃഭൂമി ന്യൂസ്. പൈസ കൊടുക്കാനാളുണ്ട്, എല്ലാവർക്കും ആളില്ല. ഇതുപോലത്തെ 2 കിട്ടിയ ആളുണ്ട്. മക്കളൊക്കെ എന്തെടുക്കുക? കല്യാണമൊക്കെ കഴിഞ്ഞ് 2 പെൺകുട്ടികളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് 2 പെൺകുട്ടികളാണ്. ആദ്യമായിട്ടാണോ ടിക്കറ്റ് അടിക്കുന്നത്? ഇത് അല്ല, സാധാരണ ടിക്കറ്റ് അടിക്കാറുണ്ടോ? ഉണ്ട്. അതിന്റെ 1000ന്റെ വേറെ ഒന്നും ഉണ്ട് ഇതിന്റെ. അപ്പൊ ഡെയിലി അടിയാ? ഡെയിലി അടിയാ? അപ്പൊ ഡെയിലി അടിയില്ലെങ്കിലും എന്നാലും 500,000 ഒക്കെ വെച്ച് മിക്കവാറും കിട്ടും. 100 ഏറ്റവും കൂടുതൽ അടിച്ച എത്ര ആയിരുന്നു ഇതുവരെ? അല്ല, ഇതിനു മുമ്പ് 5000. അപ്പൊ സ്ഥിരം ബമ്പർ എടുക്കാറുണ്ട്? ഒരു 2-3 ലക്ഷം രൂപയെങ്കിലും ലോട്ടറിക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടാവും. ആണല്ലേ? അത് വിടത്തില്ല. ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇത് വിടത്തില്ല. ഇത് നിർബന്ധിച്ചെടുപ്പിച്ചാണോ? അത് എടുക്കും, കാരണം നമ്മൾ അതിന്റെ ചെറിയ കടയൊക്കെ അല്ലേ, ഇതും കൊണ്ടൊക്കെ കാര്യം മുമ്പോട്ട് പോകുന്നതാണ്. അപ്പൊ എന്തെങ്കിലും കൊടുക്കും? അപ്പം അത് ആലോചിച്ചിട്ടൊക്കെ ചെയ്യണം. അപ്പൊ ഈ ജയിച്ചേച്ചി നിർബന്ധിച്ചെടുപ്പിച്ചാണ് ഈ ടിക്കറ്റ്? അല്ല, ഇത് എടുക്കും അറിയാം. എല്ലാ പ്രാവശ്യം എടുക്കും ഞാൻ. നമ്പരൊക്കെ നോക്കി എന്തെങ്കിലും ചില ഈ ലോട്ടറി സ്ഥിരം എടുക്കുന്ന ആളുകൾ എന്തൊക്കെ ഈ കണക്ക് കൂട്ടി അങ്ങനൊന്നുമില്ല? ഇല്ല. 5000ന്റെ ഒരെണ്ണം അതിന്റെ ഇനിയിപ്പോ ഉണ്ടൊരെണ്ണം ചുമ്മാ അങ്ങ് എടുക്കും. അത് ഇന്നലെ അറിഞ്ഞ 5000ന്റെ ആണോ? എറണാകുളത്തായിരുന്നു, ബാങ്കിലായിരുന്നു. വിശ്വംഭരൻ എന്നല്ലേ എന്റെ പേര് പറഞ്ഞു? അപ്പൊ ഇന്നലെ ഈ രാത്രി ഇത്ര ഈ കോടീശ്വരനായതിനു ശേഷമുള്ള ഒരു ഉറക്കത്തിന് സുഖമായിട്ട് ഉറങ്ങി. ഇതുപോലെ ഉറങ്ങിയിട്ടില്ല. ഇല്ല. കൊറോണ കഴിഞ്ഞ് പോയിട്ടില്ല. അപ്പം ഈ പൈസ എങ്ങനെയാണ് ഒരു ചെലവഴിക്കാൻ സാധാരണ ഈ ലോട്ടറി അടിക്കുന്നവർക്ക് ഈ പൈസ നിക്കില്ല എന്ന് പറയാം? ഇല്ല, നിക്കും. ലോട്ടറി അടിക്കുന്നവർക്ക് ബാങ്ക് ഒരു കോഴ്സ് നടത്തുന്നുണ്ട്, ഈ പൈസ എങ്ങനെ ചെലവാക്കണം അതൊക്കെ പോകണം. എല്ലായിടത്തും ഇന്ത്യ മുഴുവനും കണ്ടിട്ടുണ്ട് സൈഡിലെ ഫോട്ടോ. അപ്പം നമുക്ക് ചെലവാക്കേണ്ട അതിന് രീതിയാണ്. ഐഡിയ ഉണ്ട്.